ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹിന്ദുക്കള് വിവാഹം കഴിക്കുമ്പോൾ പൊതുവെ ജാതക ചേർച്ച നോക്കിയിട്ട് മാത്രമേ സന്താനങ്ങളുടെ വിവാഹം നിശ്ചയിക്കാറുള്ളൂ. ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഭർത്താക്കന്മാരുമായി ഇണങ്ങി ജീവിക്കുന്ന ചില നക്ഷത്രമുള്ള സ്ത്രീകളെ കുറിച്ചാണ്. ഇതൊരു പൊതുഫലം മാത്രമാണ്. പാപസാമ്യവും ചൊവ്വാദോഷ സാമ്യവും ഒക്കെ വേണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അശ്വതി, ഭരണി, രോഹിണി, മകയിരം, പുണർദം, പൂരം, ഉത്രം, ചിത്ര, ഉത്രാടം, അവിട്ടം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട സ്ത്രീകളാണ് പൊതുവെ ഭർത്താക്കന്മാരുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവർ. അവർ ഭർത്താക്കന്മാർക്ക് വളരെ ഇഷ്ടപാത്രങ്ങളായിരിക്കും. ഭർത്താക്കന്മാരുടെ എല്ലാ കാര്യങ്ങളും അവര് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ഭർത്താവ് ദേഷ്യക്കാരനായാൽ പോലും സൗമ്യ സ്വഭാവക്കാരെ ആയ ഇവര് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കുടുംബത്തെ സമാധാനവും ഐശ്വര്യമൊക്കെ വരുന്ന പൊതുവെ നക്ഷത്രക്കാരാണ് ഇവര്. ഇതില് അശ്വതി, മകയിരം, പുണർദം, രേവതി എന്നീ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ദേവഗണത്തിൽപ്പെട്ട രജ്ജുദോഷം, വേദദോഷമില്ലാത്ത പുരുഷന്മാരെ ചേർത്താൽ മാത്രമേ ഈ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. രജ്ജുദോഷം എന്ന് വെച്ചാൽ മധ്യമരജ്ജുവാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് അശ്വതി, ഭരണി, രോഹിണി, പൂരം, ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ദേവഗണത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ മനുഷ്യഗണത്തിൽപ്പെട്ടതോ ആയ രജ്ജുദോഷം, വേദദോഷം എന്നീ ദോഷങ്ങളില്ലാത്ത നക്ഷത്രങ്ങളിൽപ്പെട്ട പുരുഷന്മാരെയും ചേർക്കാവുന്നതാണ്. ചിത്ര, അവിട്ടം എന്നീ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അസുരഗണത്തിൽപ്പെട്ട പുരുഷന്മാരെ ചേർക്കുകയാണ് ഉത്തമം. മധ്യമരജ്ജു, വേദദോഷങ്ങൾ ഇവിടെയും ബാധകമാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.